ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ്. നമുക്ക് ബസ്സിൽ കയറാം. വി ആർ ഗെറ്റിംഗ് ഓൺ എ ട്രെയിൻ. ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗെറ്റിംഗ് ഓൺ എ പ്ലെയിൻ ഫോർ ദുബായ്. അവർ ദുബായിലേക്കുള്ള പ്ലെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എല്ലാ സെൻറ്റൻസിലും ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് അതിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് ഓൺ എന്നാൽ ട്രെയിനിലേക്ക് കയറുക, ബസ്സിലേക്ക് കയറുക, പ്ലെയിനിലേക്ക് കയറുക. ഇതിനൊക്കെ നമുക്ക് ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ബോർഡ് എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ കാറിലേക്കാണ് കയറുന്നതെങ്കിൽ നമുക്ക് ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഉപയോഗിക്കേണ്ടത് ഗെറ്റ് ഇൻ എന്നാണ്. ഗെറ്റ് ഓൺ എന്നാൽ ഡു സംതിങ് നൗ, ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള മീനിങ്ങും ഉണ്ട്. ദിസ് ഈസ് ഡ്യൂ ടുമാറോ, ഗെറ്റ് ഓൺ ദിസ്. ദിസ് ഈസ് ഡ്യൂ ടുമാറോ, ഗെറ്റ് ഓൺ ദിസ്. ഇത് നാളേക്കുള്ളതാണ്, പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യുക. ഗെറ്റ് ഓൺ ദിസ് എന്ന് പറഞ്ഞാൽ ഡു ദിസ് നൗ. ഗെറ്റ് ഓൺ എന്നാൽ ബോദർ, കോസ് ട്രബിൾ, ശല്യപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു മീനിങ്ങും ഉണ്ട്. ഹീ ഈസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ഹീ ഈസ് ബോദറിങ് മീ എന്നാണ് അതിനർത്ഥം. അവൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ദിസ് ഗെറ്റിംഗ് ഓൺ യുവർ നെർവ്സ്? ഈസ് ദിസ് ഗെറ്റിംഗ് ഓൺ യുവർ നെർവ്സ്? ഇത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ? ഇത് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ ഫോം ആണ്. ഡസ് ദിസ് ഗെറ്റ് ഓൺ യുവർ നെർവ്സ്? ഇത് നിങ്ങളെ ശല്യപ്പെടുത്താറുണ്ടോ? ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. മൈ ബോസ് കീപ്സ് ഗെറ്റിംഗ് ഓൺ മൈ ബാക്ക്. മൈ ബോസ് കീപ്സ് ഗെറ്റിംഗ് ഓൺ മൈ ബാക്ക്. ഇവിടെ ഗെറ്റിംഗ് ഓൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കീപ്സ് ഗെറ്റിംഗ് ഓൺ മൈ ബാക്ക്, എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൈ ബോസ് കീപ്സ് ബോദറിങ് മീ എന്നാണ് അതിനർത്ഥം. എന്നെ എപ്പോഴും എൻ്റെ ബോസ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കേട്ടിട്ടുണ്ടാവും, ബോസ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സൊക്കെ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി പോരാ, നമ്മൾക്ക് പങ്ക്ച്വാലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇല്ലേ? അതാണ് മൈ ബോസ് കീപ്സ് ഗെറ്റിംഗ് ഓൺ മൈ ബാക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ? ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഈസ് യുവർ സിറ്റുവേഷൻ എന്നാണ്. എങ്ങനെയുണ്ട്? എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഈസ് എവറിത്തിങ് ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നതിനാണ് ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ. ഹൗ ഈസ് ഹി ഗെറ്റിംഗ് ഓൺ? ഹൗ ഈസ് ഹി ഗെറ്റിംഗ് ഓൺ എന്ന് പറയുമ്പോൾ ഹൗ ഈസ് ഹി ഡൂയിങ് ഫൈനാൻഷ്യലി എന്നാണ്. സാമ്പത്തികമായിട്ട് അവൻ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അവനൊരു ജോലിയുണ്ടോ? അവന് ആവശ്യമുള്ള ഇൻകം കിട്ടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഹൗ ഈസ് ഹി ഗെറ്റിംഗ് ഓൺ. ഇനി വേറൊരു എക്സ്പ്രഷൻ നോക്കൂ, ഗെറ്റ് ഓൺ വിത്ത്. ഇതിൻ്റെ മീനിങ് കണ്ടിന്യൂ, തുടരുക. ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ കാര്യം അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, അയാളോട് നമുക്ക് പറയണം, അയ്യോ അത് സ്റ്റോപ്പ് ചെയ്യല്ലേ, അത് കണ്ടിന്യൂ ചെയ്യൂ എന്ന്. അപ്പോൾ എങ്ങനെ പറയും? ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഗെറ്റ് ഓൺ മീൻസ് കണ്ടിന്യൂ, ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഇപ്പോൾ കുറേ അധികം മീനിങ്സൊക്കെ നമ്മൾ പഠിച്ചില്ലേ ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വേർബിൻ്റെ? ഇതൊക്കെ ഒന്നുകൂടി നോക്കാം. ഐ ഗോട്ട് ഓൺ ദ ബസ്. ഞാൻ ബസ്സിൽ കയറി, ബോർഡ് എന്ന മീനിങ് ആണ് അവിടെ. ഐ ഹാവ് ടു ഗെറ്റ് ഓൺ ദിസ്. ഐ ഹാവ് ടു ഡു ദിസ് നൗ എന്നാണ് അതിൻ്റെ മീനിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹാവ് ടു ഡു ദിസ് നൗ എന്നാണ് ഐ ഹാവ് ടു ഗെറ്റ് ഓൺ ദിസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ഇറ്റ്സ് ബോദറിങ് മീ. ഇതെന്നെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹൗ ആർ ദേ ഗെറ്റിംഗ് ഓൺ എന്നാണെങ്കിൽ ഹൗ ആർ ദേ ഡൂയിങ്, ഹൗ ആർ ദേ ഡൂയിങ് ഫൈനാൻഷ്യലി എന്നാണ്. സാമ്പത്തികമായിട്ട് അവർ എങ്ങനെ പോകുന്നു, എങ്ങനെയുണ്ട് അവരുടെ കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലായല്ലോ.